ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഇപ്പോൾ നൈറ്റ് കുറച്ച് മത്തി കൊണ്ടുവന്നു. അപ്പോൾ മത്തി ഒന്ന് മുറിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. കറി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അപ്പോൾ വിചാരിച്ച് കറി വേറെ ഉണ്ട്. അപ്പോൾ മത്തി മുറിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഇവിടെ 5 മത്തി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി മത്തിയെല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റി വെച്ചു. നല്ല പച്ച മത്തിയാണ്. രാത്രി മീൻ കൊണ്ടുവരാൻ വലിയ മന്നത് മത്തിയാകുമ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ മുറിക്കും ഭയങ്കര നാറ്റാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നല്ല നല്ല മത്തി, ഫ്രഷ് മത്തിയാണ് കിട്ടിയത്. 5 ഞാൻ വിചാരിച്ചു ബാക്കി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് മുറിക്കാൻ എന്ത് ചെയ്യാ മുറിച്ചിട്ട് പൊരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മുറിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ മീൻ മുറിയാണ് കേട്ടോ. മൊബൈലിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല, അപ്പോൾ ക്ലിയർ ആയിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കത്രിക വെച്ചിട്ടാണ് സാധാരണ മുറിക്കാറ്. എനിക്കെന്തോ എനിക്ക് കത്തി പിച്ചാത്തി കൊണ്ട് മുറിക്കുന്നതാണ് ഇഷ്ടം. ഞങ്ങൾ പിച്ചാത്തി എന്നാ പറയാ. കയ്യിൽ പിടിച്ചിരിക്കുന്ന കത്തി പിന്നെ മറ്റേ ചവിട്ടി മുറിക്കുന്ന കത്തി ഉണ്ട്, അതിനെന്താ പറയാ, അരിവാൾ കത്തി എന്ന് പറയാം. അതൊന്നും ഇല്ല ഇവിടെ. അത് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുമാതിരി കത്തിയും കൊണ്ട് തന്നെയാണ് മുറിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8-8:30 മണിയായിട്ടുണ്ട് നൈറ്റ്. പുറത്തുനിന്ന് വരുന്ന മീനായാലും അങ്ങനെയാണ്. നമ്മൾ മുമ്പൊക്കെയാണ് കുളിച്ചിട്ടൊക്കെ മീൻ കൊണ്ടുവന്നിട്ട് എടുത്തിട്ടങ്ങ് തോട്ടിക്കൊണ്ട് കളയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ അങ്ങനെയാണ് നല്ല ഇലയിലിട്ട് ഒന്ന് പൊരിച്ച് തിന്നിട്ട്. മുമ്പൊക്കെ നമ്മൾ ചീച്ചട്ടിക്കകത്ത് ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഞാനിങ്ങനെ മീൻ മുറിക്കുന്നത് തലയൊക്കെ ഒടിച്ച് കൈ കൊണ്ട് തല ഒടിക്കും. ഒടിക്കുമ്പോൾ കുടലും എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ മുറിക്കുമ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. നല്ല മുള്ളുള്ള മീനാന്ന് തോന്നുന്നു. നല്ല മത്തിയല്ലേ. നല്ല മത്തി ഇത് പടന്ന. ഞാൻ വെട്ടം വെളിച്ചൊന്നുമില്ല, ഇരുട്ടത്ത് ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. മൊത്തം ഇരുട്ടായിട്ട് ഇരുന്ന് കറുപ്പടിച്ച പോലെയുണ്ട്. ചെറുതുണ്ടായിരുന്നു, ചെറുത് വാങ്ങിയില്ല. എന്ത് ചെയ്യും. നല്ല മത്തിയായാലും മുറിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. മത്തിക്കൊരു നാറ്റുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് തിന്നാൻ നല്ല ഏത് മീനാകട്ടെ ടേസ്റ്റ് മത്തി തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ മത്തിയുടെ നമ്മൾ ഏത് മീനും മുറിക്കുമ്പോഴേ അകത്ത് കാണുന്ന കറുത്തൊരു സാധനം ഉണ്ടല്ലോ, അതെടുത്ത് കളയണം. അതെടുത്ത് കളഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ചില കടലിൽ മീൻ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര വയറുവേദനയും ഓക്കാനൊക്കെ വരും. അത് ആ കറുത്ത സാധനം കളഞ്ഞാൽ മതി. ഇന്ന് കിട്ടുന്ന മീനാണ് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ലല്ലോ. മീൻ മാത്രമല്ല ഏത് സാധനം. ഏത് മീൻ കൊണ്ടാലും നമുക്ക് മത്തിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല അല്ലേ. തീർച്ചയായിട്ടും ചെതുമ്പലുള്ള ഈ കത്തി കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ചെതുമ്പലൊക്കെ കളയാൻ പറ്റുമല്ലോ. എനിക്ക് പക്ഷെ കത്രിക കൊണ്ട് വലിയ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എല്ലാവരും ഉപ്പിട്ടിരുന്ന കഴിയുന്ന ഞങ്ങൾ നമ്മുടെ മീൻ മുറിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. കല്ലുപ്പിട്ടിട്ടാണ് ഞങ്ങൾ തേച്ചത്. കാരണം മീനിൻ്റെ ആ ഒരു സ്മെല്ല് കുറച്ചൊക്കെ കുറയാനും ഒരുമാതിരി ഉളുമ്പ് വാസനയുണ്ട്, അതൊക്കെ പോകാനും നമ്മൾ ഉപ്പിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മീൻ എടുത്തിട്ട് കുറുകെ കറു ആയിട്ട് ഞാൻ കൊത്തി എറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി. അങ്ങനെ അളവെന്ന് പറയാനൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. എരി കൂടുതൽ വേണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുക. ഞാൻ പക്ഷെ കുറച്ച് കുരുമുളകാണ് അധികം ഇടുന്നത്. കുരുമുളക് ഇട്ടു. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇച്ചിരി ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി കറി വെക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ വറക്കുമ്പോൾ നമ്മൾ തുള്ളി ഇട്ടാൽ മതി. സ്പൂണുണ്ട്. നല്ല അരച്ച മുളക് ഇട്ടിട്ട്
കുറച്ചും കൂടി ഇട്ടു, മുളക് പൊടി കുറച്ച് കുറവായിരുന്നു. ഉപ്പ് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കുഴച്ച് ഞാനപ്പം വറക്കുമ്പോൾ മീൻ ഇങ്ങനെ തന്നെയാണ് വറക്കട്ടോ. വെള്ളം ചില സമയത്ത് മാത്രമേ ഒഴിച്ച് കൊടുക്കാറുള്ളൂ, അധികം ഞാൻ എണ്ണയ്ക്കകത്ത് തന്നെയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സമയം കിട്ടുമ്പോൾ എണ്ണയ്ക്കകത്ത് ഒഴിക്കും, തിരക്ക് പിടിച്ച് ചെയ്യുന്നെങ്കിൽ ചിലപ്പം വെള്ളത്തിൽ കുഴച്ചെടുക്കും. ഇതുമ്പോൾ കുറച്ച് സമയം വേണം, ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. വെള്ളം പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞ് കിട്ടും. കൈ വറക്കുന്നു, ഇപ്പോൾ അതിനകത്തൊക്കെ പോയി വീണുകൊണ്ട് കൈ കീകണ്ട, മൊത്തം കാപ്പി കളറ് പോലെ കൈയൊക്കെ. നല്ലതാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മളെ മീൻ ചേട്ടനകത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. കാരണം ഇതിൽ ഉപ്പ് ഒന്ന് പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ആകെ മീനെടുത്തിട്ട് കൊടുക്കുക അതിനകത്തോട്ട്. ഇനി മീനിടാം, എന്നിട്ട് മീനും കൂടി ഇട്ട് നന്നായിട്ട് കുഴയ്ക്കാം. വേണമെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം, പക്ഷെ ഞങ്ങൾ നാരങ്ങയൊന്നും ഒഴിക്കുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിട്ടുണ്ടാക്കുന്നത് രാത്രിയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിനെ കൊണ്ട് നാരങ്ങയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ വെച്ച് വെക്കണം. ഈ സമയത്ത് നെയ്മത്തി ഉണ്ടാവില്ല അല്ലേ? കുഴച്ച് മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ മസാല. ഇങ്ങനെയൊക്കെ നല്ല ടേസ്റ്റാണ്. അതാ ഇങ്ങനെ നമുക്ക് ഏത് മീനും ഇങ്ങനെ വറക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പേസ്റ്റുള്ള ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. മത്തിക്ക് അതിലാണ് വലിയ മീനൊക്കെ ആണെങ്കിൽ ചെയ്യും. ഇത് 5 മിനിറ്റ് നമുക്ക് നോക്കാം അല്ലേ? പാഴ അടുത്തടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മത്തി എടുത്ത് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. പച്ചലയാകുമ്പോൾ വാടി തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്തോട്ട് ഇറക്കകത്തോട്ട് ഒരു തുള്ളി എണ്ണ ഇതിപ്പോൾ മീനുള്ള ഇത് പുറത്തോട്ട് നമുക്ക് മറ്റേ ഇല കൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. നമുക്കൊരടപ്പൊട്ട് അടച്ചു കൊടുക്കാം. നമുക്ക് അടപ്പെടുത്ത് നോക്കാം. ഒക്കെ നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു കൊടുക്കാം.
ഈ സൈഡിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ച് മൂടി വേവിക്കാം. ആ സൈഡും കൂടി വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ അടച്ച് മൂടുകയാണ്. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തീ കുറച്ച് വെക്കാം. നന്നായിട്ട് ഇലയുടെ മണമൊക്കെ ഒന്ന് പിടിക്കണം. മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നു മീനൊക്കെ വറക്കുന്നത്. ഇപ്പോഴാണ് നല്ല മാറി പോയത്. ഒരു ഭാഗം നമ്മൾ വെന്തിട്ട് തിരിച്ചിട്ടാണ്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഓക്കെ, എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെറുതെ ഉണ്ടോ പച്ച ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ആഹാ, നമ്മുടെ മീൻ്റെ ഒരു കാര്യം നോക്കി ഗേയ്സ്, ഇതണ്ട മീൻ അടിപൊളിയായിട്ട് വറുത്ത് വന്നിരിക്കുന്നതാ. നല്ല ഇലയുടെ മണമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് മത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇലയെണ്ണ വെച്ച് അടച്ച് വെക്കാം. അടുത്ത് കിടക്കുക, കാരണം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടുണ്ട്. നല്ല മത്തിയുടെ അവന്മാർ മണമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ അടിക്കുന്നു കേസ്.